നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വണ്ടിപ്പെരിയാർ 63-ാം മൈലിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന നേടിയപറമ്പിൽ സ്റ്റെല്ലയ്ക്കാണ് പരിക്കേറ്റത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉത്രാട് നാളിൽ ചേലാട് മില്ലുംപടിയിലുള്ള സപ്ലൈകോയുടെ മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കോതമംഗലം ബ്ലോക്കിലെ വാരപ്പെട്ടി പഞ്ചായത്തിൽ സ്വച്ഛതാ ഹി സേവ് ആരംഭിച്ചു. പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM സെയ്ദ് നിർവഹിച്ചു. 46 വർഷത്തെ ആതുര സേവനത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നിർധനരായ രോഗികൾക്ക് കാരുണ്യസ്പർശമൊരുക്കി കോതമംഗലം മാർ ബെസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ. ആധുനിക ചികിത്സാ രീതികൾ മിതമായ നിരക്കിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനായി കാരുണ്യഗ്രാമം 2024 പദ്ധതി രൂപീകരിച്ചിരിക്കുന്നതായി മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ദി ബ്രാൻഡ് ഫാക്ടറി ഔട്ട്ലെറ്റിൽ സർപ്ലസ് ഫെസ്റ്റ് 2024 തുടക്കമായി. ദി ബ്രാൻഡ് ഫാക്ടറിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ മാസം 17 മുതൽ 31 വരെ സർപ്ലസ് ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. വണ്ടിപ്പെരിയാർ 63-ാം മൈലിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന നേടിയപറമ്പിൽ സ്റ്റെല്ലയ്ക്കാണ് പരിക്കേറ്റത്. സ്റ്റെല്ലയെ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ ആശുപത്രിയിലെത്തി വിവരങ്ങൾ ചോദിച്ചറിയുകയും ആശുപത്രിയിലെത്തിയ പ്രദേശവാസികളുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഇതിനിടെ വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ വനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നാട്ടുകാർ നേരിയ വാക്കേറ്റമുണ്ടാക്കി. വണ്ടിപ്പെരിയാർ 63-ാം മൈലിൽ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് തൊഴിലാളി സ്ത്രീക്ക് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായത്. സഹതൊഴിലാളികൾക്കൊപ്പം ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന നെടിയപറമ്പിൽ സ്റ്റെല്ലയ്ക്ക് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായത്. സ്റ്റെല്ല ഏലത്തോട്ടത്തിൽ കളയെടുത്തുകൊണ്ടിരുന്ന സമയം കാട്ടുപോത്ത് പിന്നിൽ വന്ന് കുത്തുകയായിരുന്നുവെന്ന് സഹതൊഴിലാളികൾ പറയുന്നു. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സ്റ്റെല്ലയെ വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ഈ സമയം പീരുമേട് MLA വാഴൂർ സോമൻ ആശുപത്രിയിലെത്തി പരിക്കേറ്റ സ്റ്റെല്ലയെ സന്ദർശിച്ച് വിവരങ്ങൾ ചോദിച്ചറിയുകയും ആശുപത്രിയിലെത്തിയ പ്രദേശവാസികളുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഇതിനിടെ വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നാട്ടുകാർ നേരിയ വാക്കേറ്റവും ഉണ്ടായി. ഇപ്പോൾ അവിടെ ആൾക്കാരുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ സ്റ്റാഫിനെ വിട്ടിട്ട് ചെല്ലാർപോലും സ്റ്റാഫ് വിളിച്ചായിരുന്നു. എന്നാലും എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് അതിനെ അവിടെ നിന്ന് ഓടിക്കും. അതിനെ ഏതെങ്കിലും രീതിയിൽ അവിടുന്ന് മാറ്റുക ചെയ്യാം. കഴിഞ്ഞ കുറെ നാളുകളായി പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണെന്നും ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്നും പ്രദേശവാസികൾ MLAയോടും വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടും അഭ്യർത്ഥിച്ചു. പുറകെ കൂടെ വന്ന് നേരത്തെ എത്ര പേർക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അത് മിക്കത് കണ്ടില്ല. പരിക്കേറ്റ സ്റ്റെല്ലയെ പിന്നീട് പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് അയച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉത്രാട് നാളിൽ ചേലാട് മില്ലുംപടിയിലുള്ള സപ്ലൈകോയുടെ മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആം ആദ്മി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നൌഷാദ് കോണിക്കൽ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സാബു കുരിശിങ്കൽ അധ്യക്ഷത വഹിച്ചു. ആം ആദ്മി പാർട്ടി പിണ്ടിമന മണ്ഡലം പ്രസിഡന്റ് ഗോപിനാഥൻ KS മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ന് സാധനങ്ങളുടെ എല്ലാം വില വളരെ വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സപ്ലൈകോ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ സർക്കാർ ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വസ്തുവകകൾ, അതായത് നിത്യച്ചെലവിനുള്ള നമ്മളുടെ ഗുണമേന്മയുള്ള നിത്യോപയോഗ വസ്തുക്കൾ വളരെ വില കുറച്ച് നൽകാൻ വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്, ഒരു വിതരണ സംവിധാനമാണ്, ഭക്ഷ്യവസ്തുക്കളുടെ വിതരണ സംവിധാനമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കണം. നാളിതുവരെയായി നമുക്ക് നമ്മുടെ സർക്കാരിൻ്റെ സ്ഥാപനമായിട്ടുള്ള ഈ സപ്ലൈകോ വഴിയായിട്ട് നമുക്ക് എന്തെല്ലാം വസ്തുക്കൾ ലഭ്യമാകുന്നുണ്ട്, ഏതെല്ലാം വിലയിലാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ടുള്ള മറ്റ് ചന്തകളിൽ, മാർക്കറ്റുകളിൽ നമുക്ക് ലഭിക്കുന്നതിൻ്റെ 50 25 പൈസ മാത്രം വ്യത്യാസത്തിലാണ് നമുക്ക് സാധന സാമഗ്രികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതാവട്ടെ ഗുണനിലവാരം കുറഞ്ഞതുമാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കണം. നമ്മളൊന്നും
നമ്മൾ പൊതുജനങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഉപയോഗിച്ചാണ് നമ്മുടെ സർക്കാരുകൾ നിലനിൽക്കുന്നത്. നേരിട്ട് നമ്മൾ സർക്കാരിലേക്ക് 1000 രൂപ, 10,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ കൊണ്ടുപോയി പ്രതിമാസം അടച്ച് നമ്മൾ സർക്കാരിനെ നടത്തുന്നതാണ് എന്ന് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താ? അതിന് പകരമായി നമ്മൾ ജീവിക്കുന്ന ഓരോ ദിവസവും നമ്മളുടെ ഭക്ഷണത്തിൽ നിന്നും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിൽ നിന്നും സർക്കാർ ടാക്സ് ഈടാക്കുന്നുണ്ട്. വണ്ടിപ്പെരിയാർ മ്ലാമല ഫാത്തിമ സ്കൂൾ ലീഗൽ സർവീസ് ക്ലബ്ബ് വാർഷിക സമ്മേളനം മ്ലാമല ഫാത്തിമ മാത ദേവാലയ പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മ്ലാമല ശാന്തിപ്പാലം, നൂറടിപ്പാലം നിർമ്മാണത്തിനായി ഇടപെട്ട വ്യക്തികളെ ആദരിച്ചു. വണ്ടിപ്പെരിയാർ മ്ലാമല ഫാത്തിമ സ്കൂൾ ലീഗൽ സർവീസ് ക്ലബ്ബ് വാർഷിക സമ്മേളനവും സ്കൂൾ വിദ്യാർത്ഥികളുടെ നിവേദനത്തിന്റെ ഫലമായി മ്ലാമല ശാന്തിപ്പാലം, നൂറടിപ്പാലം നിർമ്മാണത്തിനായി ഇടപെട്ട ജഡ്ജിമാർ, ജനപ്രതിനിധികൾ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, മുൻകൈയെടുത്ത വിദ്യാർത്ഥികൾ എന്നിവർക്കുള്ള അനുമോദന യോഗവും മ്ലാമല ഫാത്തിമ മാത ദേവാലയ പാരിഷ് ഹാളിൽ വെച്ച് നടന്നു. 2 പ്രളയങ്ങളിൽ തകർന്ന വണ്ടിപ്പെരിയാർ മ്ലാമല ശാന്തിപ്പാലവും നൂറടിപ്പാലവും ഒരു നാടിന്റെ യാത്രാമാർഗത്തെ തന്നെ പ്രതിസന്ധിയിലാഴ്ത്തിയതോടെ തങ്ങളുടെ പഠനത്തെയും ബാധിക്കുകയും ചെയ്തതോടുകൂടിയാണ് മ്ലാമല ഫാത്തിമ സ്കൂളിലെ 5 വിദ്യാർത്ഥികൾ അധ്യാപകരുടെയും PTA-യുടെയും സഹകരണത്തോടെ ആദ്യ പ്രളയത്തിൽ തകർന്ന ശാന്തിപ്പാലം യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ രാഷ്ട്രപിതാവിനുള്ള അപേക്ഷയായി ഒരു കത്തയച്ചത്. തുടർന്ന് തങ്ങളുടെ സ്കൂളിൽ എത്തിയുള്ള പഠനമാർഗത്തിന് തടസ്സമായി ശാന്തിപ്പാലം നിർമ്മാണം വൈകിയതോടുകൂടി പീരുമേട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് നേരിട്ട് കത്തയക്കുകയുമായിരുന്നു. ചെറുതായെങ്കിലും ഞങ്ങൾക്കും പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഇനിയും ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടുത്തെ റോഡുകളും ആശുപത്രി, വിദ്യാഭ്യാസം, ഒരുപാട് കാര്യങ്ങളിലും ഇതിന് വേണ്ട അധികാരികൾ ആവശ്യമായ കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ ആദ്യം 2018 പ്രളയത്തിലും 19-ലും തുടർന്ന് 19-നും പാലങ്ങൾ തകരുകയുണ്ടായിരുന്നു. പിന്നെ ജനപ്രതിനിധികളുടെ ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിച്ചതെങ്കിലും ഞങ്ങൾക്കൊന്നും നടന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ 2020 ഒരു ഗാന്ധി ജയന്തി ദിനത്തിൽ ഹൈക്കോടതി ജഡ്ജിമാർക്ക് കത്തെഴുതുകയും അതിന് തുടർന്നുണ്ടായ വികസന അദാലത്തിലും ഹൈക്കോടതി വ്യവഹാരങ്ങളുടെയൊക്കെ ഫലമായാണ് ഞങ്ങൾക്ക് ഈ പാലം ലഭിച്ചത്. മ്ലാമലക്കാർക്ക് സ്വപ്നതുല്യമായി ഈ പാലം ലഭിക്കുന്നതിന് കാരണക്കാരായ എല്ലാ ജഡ്ജിമാർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ശാന്തിപ്പാലം നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതിനിടയിലാണ് കഴിഞ്ഞ പ്രളയത്തിൽ നൂറടിപ്പാലവും തകർന്നത്. ഇതിനോടനുബന്ധമായി നൂറടിപ്പാലവും പുനർനിർമ്മിക്കണമെന്ന വിദ്യാർത്ഥികളുടെ നിർദ്ദേശപ്രകാരം ഈ പാലവും പുനർനിർമ്മിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ ഒരു നാടിന്റെ ആവശ്യ സഞ്ചാരമാർഗത്തിന് പരിഹാരം കാണുവാനിടയാക്കിയ മാർഗനിർദ്ദേശികളെയും ഇതിന് മുൻകൈയെടുത്ത വിദ്യാർത്ഥികളെയും ആദരിക്കൽ ചടങ്ങാണ് മ്ലാമല ഫാത്തിമ സ്കൂൾ ലീഗൽ സർവീസ് ക്ലബിന്റെ വാർഷികത്തോട് അനുബന്ധിച്ച് നടത്തപ്പെട്ടത്. മ്ലാമല ഫാത്തിമ ദേവാലയ പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ അധ്യക്ഷനായിരുന്നു. സ്കൂൾ ലീഗൽ ക്ലബ്ബ് പ്രസിഡന്റ് ലിനോ ലാലിച്ചൻ സ്വാഗതം ആശംസിച്ച സ്കൂൾ ലീഗൽ ക്ലബ്ബ് വാർഷികവും ആദരിക്കൽ ചടങ്ങും പീരുമേട് MLA വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. ഈ പാലം യാഥാർത്ഥ്യമാകുവാൻ ഒരു നിമിത്തമായ 5 വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം നല്ലൊരു വീഡിയോ. അതേപോലെ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായ ഇത് സ്പീഡി ഇംപ്ലിമെന്റേഷന് വേണ്ടി ഒരു നിർദ്ദേശം കൊടുത്ത ജഡ്ജിമാരെയും അഭിനന്ദിക്കുകയാണ്. അതിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച ലീഗൽ സർവീസ് സൊസൈറ്റിക്കും എന്റെ അഭിനന്ദനം അറിയിക്കുന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ജസ്റ്റിസ് KT നിസാർ അഹമ്മദ് തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. ഒരുപാട് പരിപാടികൾ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ഒരു നാട്ടുകാർ ഇനി അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്കൂള് മാനേജ്മെന്റ് ഒത്തുചേർന്ന് ഒരു ദിവസം കണ്ടെത്തി ഒരു നാടിന്റെ സ്വപ്ന സാക്ഷാത്കാരം അത് യാഥാർത്ഥ്യമായതിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു വ്യത്യസ്തമായ ചടങ്ങാണ്. തീർച്ചയായും അത് അങ്ങേയറ്റം മഹത്തരമാണ്. ഇവിടെ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ദീർഘമായ ഇതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നിരുന്നാലും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ശാന്തിപ്പാലം തന്നെയാണ്. ഈ ശാന്തിപ്പാലം
ഇന്നിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴികാട്ടിയായി മാറിയിട്ടുണ്ട്. വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഒറ്റക്കെട്ടായി ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തിയെടുക്കാൻ പറ്റുമെന്ന് തെളിയിക്കപ്പെടുകയും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഒരുമിച്ച് നിന്നാൽ ലോകത്തൊരു ശക്തിക്കും നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതിന്റെ തെളിവുമായി ഒരു സ്മാരകമായി ശാന്തിപാലം ഇന്ന് തലയുയർത്തി നൽകിയാണ്. സ്പെഷ്യൽ ജഡ്ജ് ദിനേശ് എം പിള്ളൈ മുഖ്യാതിഥിയായിരുന്നു. സബ് ജഡ്ജ് അരവിന്ദ് ബി എടയോടി, ഫാദർ മാത്യു ചെറുതാനിക്കൽ, TLC പീരുമേട് പാനൽ അഡ്വക്കേറ്റ് M സുരേഷ്, PLV സുനിൽ ജോണി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തങ്ങളുടെ ശ്രമഫലമായി നിർമ്മാണം പൂർത്തീകരിച്ച ശാന്തിപ്പാലത്തിന് നീതിപ്പാലം എന്ന് നാമകരണം നൽകണമെന്നും വിദ്യാർത്ഥികൾ ചടങ്ങിൽ അഭ്യർത്ഥിച്ചു. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. കരിമണ്ണൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കാർക്കിനോസ് ഫൗണ്ടേഷനുമായി സഹകരിച്ച് സൗജന്യ ക്യാൻസർ പരിശോധനാ ക്യാമ്പ് നടത്തി. കരിമണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. രോഗം നിർണ്ണയിക്കപ്പെടുന്നവർക്ക് 1 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നൽകും. കാർക്കിനോസ് ഫൗണ്ടേഷന്റെ പ്രത്യേക നിരീക്ഷണത്തിലും രോഗബാധിതർക്ക് തുടർ ചികിത്സാ സഹായങ്ങൾ നൽകുമെന്നും അറിയിച്ചു. കരിമണ്ണൂർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ, കാർക്കിനോസ് ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെ സൗജന്യ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ് കരിമണ്ണൂർ ലയൺസ് ക്ലബ് ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ചു. ക്ലബ് പ്രസിഡന്റ് ഫ്രാൻസിസ് കുമ്പൂക്കലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിന്റെ ഉദ്ഘാടനം കരിമണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ നിർവഹിച്ചു. സെക്രട്ടറി സിനോജ് കെ ഫ്രാൻസിസ് സ്വാഗതവും പഞ്ചായത്ത് മെമ്പർ ആൻസി സിറിയക്, ലയൺസ് ക്ലബ് ചെയർപേഴ്സൺ ജോയി അഗസ്റ്റിൻ, ഡോക്ടർ അഫ്സിയ എന്നിവർ ആശംസയും നേർന്നു. ചികിത്സിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം അല്ലേ? ഗുളിക കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്താൽ മതി, അങ്ങനെ ഒരു വിശ്വാസമുണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ അതിനോടൊരു പേടിയില്ലാത്തത്. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് ക്യാൻസർ എന്ന രോഗം പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തിയാൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ആ ഒരു വിശ്വാസം നമുക്ക് മനസ്സിലായാൽ മാത്രമേ ഇതുപോലെ ആൾക്കാർ വരത്തുള്ളൂ. പിന്നെ അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ട്, ഇത് എല്ലാവരോടും അറിയിക്കുക. അവർ കൂടുതൽ അടുത്തൊരു ക്യാമ്പ് വെക്കുവാണെങ്കിൽ കൂടുതൽ ആൾക്കാർ വരട്ടെ. അപ്പൊ ഇന്നിവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു മാമോഗ്രാഫി ചെയ്യുന്നതിനെ പറ്റി ആവശ്യം പറഞ്ഞു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 വർഷം കൂടുമ്പോഴെങ്കിലും മാമോഗ്രാഫി ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് പഞ്ചായത്ത് മെമ്പർ ആൻസി, ലയൺസ് സോൺ ചെയർമാൻ ജോയി അഗസ്റ്റിൻ, ക്ലബ് സെക്രട്ടറി സിനോജ് കെ ഫ്രാൻസിസ്, ട്രഷറർ ബെറ്റ്സൺ ജോയി എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ നിരവധി ആളുകളെത്തി പരിശോധനയ്ക്ക് വിധേയരായി. വിവിധതരം ക്യാൻസറുകളുടെ സ്ക്രീനിംഗ് ടെസ്റ്റുകൾ, രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയുടെ ടെസ്റ്റുകൾ നടത്തി. രോഗം നിർണ്ണയിക്കപ്പെടുന്നവർക്ക് 1 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നൽകും. കാർക്കിനോസ് ഫൗണ്ടേഷന്റെ പ്രത്യേക നിരീക്ഷണത്തിൽ രോഗബാധിതർക്ക് തുടർ ചികിത്സാ സഹായങ്ങൾ നൽകുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. തൊടുപുഴ ദി ബ്രാൻഡ് ഫാക്ടറി ഔട്ട്ലെറ്റിൽ സർപ്ലസ് ഫെസ്റ്റ് 2024 തുടക്കമായി. ലോകോത്തര ബ്രാൻഡഡ് കമ്പനികളുടെ 1800 രൂപ മുകളിൽ വില വരുന്ന സർപ്ലസ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ, എല്ലാ ട്രെൻഡിംഗ് വസ്ത്രങ്ങളും 650 രൂപ മുതൽ സർപ്ലസ് ഫെസ്റ്റിന്റെ ഭാഗമായി സ്വന്തമാക്കാം. ദി ബ്രാൻഡ് ഫാക്ടറിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ മാസം 17 മുതൽ 31 വരെയാണ് സർപ്ലസ് ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. തൊടുപുഴ ദ ബ്രാൻഡ് ഫാക്ടറിയുടെ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ മാസം 17 മുതൽ 31 വരെ സർപ്ലസ് ഫെസ്റ്റ് 2024 നടക്കും. ലോകോത്തര ബ്രാൻഡഡ് കമ്പനികളുടെ 1800 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ഒറിജിനൽ സർപ്ലസ് ഷർട്ടുകൾ വെറും 650 രൂപയ്ക്ക് ഷോറൂമിൽ നിന്നും വാങ്ങാവുന്നതാണ്. ബ്രാൻഡഡ് ജീൻസുകൾ വെറും 850 രൂപ, ബ്രാൻഡഡ് ടീഷർട്ട് വെറും 450 രൂപ, ലിനൻ ഷോർട്സ് 450 രൂപ, ഫോർമൽ സർപ്ലസ് പാൻറ്റുകൾക്ക് വെറും 800 രൂപ, ബ്രാൻഡഡ് ബെൽറ്റുകൾ, പേഴ്സുകൾ, ബ്രാൻഡഡ് ജോഗേഴ്സ്, ബാഗി പാൻസ്, പാരച്യൂട്ട് പാൻസുകൾ, ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് കാഷ്വൽ പാൻസ് അടക്കം ലോകോത്തര ബ്രാൻഡഡ് ഐറ്റംസുകൾ ഉയർന്ന ഗുണനിലവാരത്തിലും കുറഞ്ഞ വിലയിലും സ്വന്തമാക്കുവാൻ സുവർണാവസരം. തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ പഴേരി ഗോൾഡിനും മൈജി ഫ്യൂച്ചറിനും എതിർവശത്തായിട്ടാണ് ഷോറൂം പ്രവർത്തിക്കുന്നത്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 10:30 വരെയാണ് ഷോറൂമിന്റെ പ്രവർത്തന സമയം.
പീരുമേട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനം ആചരിച്ചു. കേരള വിശ്വകർമ്മ സഭ പീരുമേട് താലൂക്ക് ഓഫീസിൽ നടന്ന വിശ്വകർമ്മ ദിനാചരണം ശാഖാ പ്രസിഡന്റ് ഡി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. കേരള വിശ്വകർമ്മ സഭ പീരുമേട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനം ആചരിച്ചു. ഭാരതത്തിലെ 5,60,000 ഗ്രാമങ്ങളിലെ 2 കോടിയോളം വരുന്ന വിശ്വകർമ്മജരും തൊഴിലാളികളും സെപ്റ്റംബർ 17 വിശ്വകർമ്മ ദിനമായും ദേശീയ തൊഴിലാളി ദിനമായും ആചരിച്ചു വരികയാണ്. ഭാദ്രശുദ്ധ പഞ്ചമി ഋഷിപഞ്ചമി ദിനമാണ് വിശ്വകർമ്മ ജയന്തി ദിനമായി അറിയപ്പെടുന്നതെങ്കിലും ദേശീയ തൊഴിലാളി ദിനം ആചരിക്കുന്നത് കൊണ്ട് അത് സ്ഥിരമായി സെപ്റ്റംബർ 17 എന്നാക്കിയത്. ഭാദ്രമാസത്തിലെ വെളുത്തപക്ഷ പഞ്ചമി നാളിൽ ലോകസൃഷ്ടാവായ വിശ്വകർമ്മദേവൻ സ്വപുത്രന്മാരായ മനു, മയ, ത്വഷ്ട, ശില്പി, വിശ്വജ്ഞ എന്നീ പഞ്ചഋഷികൾക്ക് തന്റെ വിശ്വസ്വരൂപം ദർശനം നൽകി അനുഗ്രഹിച്ചതിന്റെ സ്മരണ പുതുക്കിയാണ് വിശ്വകർമ്മ ജയന്തി കൊണ്ടാടുന്നത്. ക്രിസ്തുവർഷത്തെ ആധാരമാക്കിയുള്ള കാലഗണനയാണ് ആഘോഷത്തിന്റെ ഏകീകരണത്തിനും തൊഴിലാളികളുടെ ഒഴിവുദിനത്തിനുമെല്ലാം സൗകര്യമുള്ളത് എന്നതുകൊണ്ടാണ് സെപ്റ്റംബർ 17 വിശ്വകർമ്മ ജയന്തിയായി മാറിയത്. ആധുനിക യന്ത്രങ്ങളുടെയും വ്യാവസായിക വിപ്ലവത്തിന്റെയും എല്ലാം അടിത്തറ സാധാരണ മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. അവരുടെ വിശ്വാസ പ്രമാണങ്ങളും ബുദ്ധിയും വികസിപ്പിച്ചെടുത്ത പ്രായോഗിക തത്വശാസ്ത്രമാണ് ഇവയുടെ നിർമ്മിതിക്ക് പിന്നിലുള്ളത്. വിശ്വകർമാവിനോടുള്ള വിശ്വാസത്തോടുകൂടി ലോകമെമ്പാടുമുള്ള വിശ്വകർമ്മജർ സെപ്റ്റംബർ 17 വിശ്വകർമ്മ ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരള വിശ്വകർമ്മ സഭ പീരുമേട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലും വിശ്വകർമ്മ ദിനാചരണം സംഘടിപ്പിച്ചത്. പീരുമേട് ടൗണിൽ പതാക ഉയർത്തിയ ശേഷം പാമനാറിലെ പീരുമേട് താലൂക്ക് യൂണിയൻ ഓഫീസിൽ വെച്ച് നടന്ന വിശ്വകർമ്മ ദിനാചരണത്തിൽ കേരള വിശ്വകർമ്മ സഭ പീരുമേട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ബിനു അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഗീതാകുമാർ സ്വാഗതം ആശംസിച്ച വിശ്വകർമ്മ ദിനാചരണം ഓടമേട് ശാഖാ പ്രസിഡന്റ് ഡി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മുടെ രാജ്യമെമ്പാടും ഭാരതം എമ്പാടും ഇന്ന് വിശ്വകർമ്മ ദിനം കൊണ്ടാടുകയാണ്. ഈ വിശ്വകർമ്മ ദിനത്തിൻ്റെ പ്രത്യേകതയെ പറ്റി പറയുമ്പോൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ലോക തൊഴിലാളി ദിനം എന്ന് പറയുന്നത് മെയ് 1 ആണ്, മെയ് ദിനമാണ് ആഘോഷിക്കുക. എന്നാൽ ഭാരതത്തിലെ ചില രാഷ്ട്രീയ സംഘടനകളും അതോടൊപ്പം തന്നെ വിശ്വകർമ്മ സംഘടനകളും ഒക്കെ തന്നെയും വിശ്വകർമ്മ ദിനമായി ഈ ദിവസത്തെ കൊണ്ടാടും. എന്നാൽ വിശ്വകർമ്മരെ സംബന്ധിച്ച് പറയുമ്പോൾ ഋഷി പഞ്ചമിയാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഋഷിപഞ്ചമി എന്താണെന്നും വിശ്വകർമ്മ ദിനം എന്താണെന്നും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാൻ വിശ്വകർമ്മദേവൻ സ്വയംഭുവായി എന്ന് ആണ് വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ തന്നെയും പറയുന്ന. അപ്പോൾ ഭഗവാന്റെ സ്വയംഭുവായപ്പോൾ ഇവിടെ മുഴുവൻ ശൂന്യതയായിരുന്നു, അന്ധകാരമായിരുന്നു. അവിടുന്നാണ് ഭഗവാൻ സ്വയംഭുവായി പ്രത്യക്ഷപ്പെട്ടത്. അപ്പം സ്വയംഭുവായി പ്രത്യക്ഷപ്പെട്ട ശേഷം ആദ്യമായി ഇവിടെ ത്രിമൂർത്തികളെ അദ്ദേഹം സൃഷ്ടിച്ചു എന്ന് പറയും. ആ ത്രിമൂർത്തികളെ സൃഷ്ടിച്ച ശേഷം ഇവിടെ പഞ്ചവേദങ്ങൾ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ അതിനു മുമ്പായി തന്നെ അദ്ദേഹത്തിൻ്റെ പഞ്ചമുഖജനാഥനായ ശ്രീ വിരാട് വിശ്വബ്രഹ്മ സ്വരൂപത്തിൻ്റെ 5 മുഖങ്ങളിൽ നിന്ന് 5 ഋഷിമാരെ ഇവിടെ ജന്മം നൽകുന്നു. സനകൻ, സനാതനൻ, അഭുവനസൻ, പ്രഥന ഋഷി, സുവർണ ഋഷി എന്നിങ്ങനെ 5 ഋഷിമാർക്ക് ജന്മം നൽകുന്നു. അതിനുശേഷം പഞ്ചവേദങ്ങൾ രചിച്ച് ഇവിടെ 27 നക്ഷത്രങ്ങൾ സൃഷ്ടിയിൽ വന്നു. അങ്ങനെ ഒട്ടനവധി സൃഷ്ടി കർമ്മങ്ങൾ നടത്തിയ ഇതാണ് വിശ്വകർമ്മ ഭഗവാന്റെ ആ പ്രത്യേകത എന്ന് പറയുന്നത്. കേരള വിശ്വകർമ്മ സഭ പീരുമേട് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എസ് കുമാർ വിശ്വകർമ്മ ദിനാചരണ പരിപാടികൾക്ക് നന്ദി അറിയിച്ച് സംസാരിച്ചു. നിരവധി വിശ്വകർമ്മജർ വിശ്വകർമ്മ ദിനാചരണ പരിപാടികളിൽ പങ്കെടുത്തു. VBC ന്യൂസ് പീരുമേട്.
കോതമംഗലം ബ്ലോക്കിലെ വാരപ്പെട്ടി പഞ്ചായത്തിൽ സ്വച്ഛതാ ഹി സേവ് ആരംഭിച്ചു. പഞ്ചായത്ത് തല ഉദ്ഘാടനം കോഴിപ്പള്ളി പാലത്തിന് സമീപം ഒരുക്കിയിട്ടുള്ള സ്നേഹാരാമത്തിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM സെയ്ദ് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ബേസിൽ യോഹന്നാൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു മുഖ്യപ്രഭാഷണം നടത്തി. സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായ ശുചീകരണ സേവന പ്രവർത്തനങ്ങൾ വാരപ്പെട്ടിയിൽ തുടക്കമായി. പഞ്ചായത്ത് തല ഉദ്ഘാടനം കോഴിപ്പള്ളി പാലത്തിന് സമീപം ഒരുക്കിയിട്ടുള്ള സ്നേഹാരാമത്തിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KM സെയ്ദ് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ബേസിൽ യോഹന്നാൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം PP കുട്ടൻ, സെക്രട്ടറി MM ഷംസുദ്ദീൻ, കോഴിപ്പള്ളി മാർ ബേസിൽ ബോയ്സ് ടൗൺ ITI അധ്യാപകൻ CA മാത്യു, ഹരിതകർമ്മസേന പ്രസിഡന്റ് ഭാമിനി അശോകൻ, റിട്ടയർഡ് HM K ഷാജു, പീറ്റർ വേളക്കാട്ട്, ബോയ്സ് ടൗൺ ITI NSS വോളണ്ടിയർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ ശുചീകരണത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 46 വർഷത്തെ ആതുര സേവനത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നിർധനരായ രോഗികൾക്ക് കാരുണ്യസ്പർശം ഒരുക്കി കോതമംഗലം മാർ ബെസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ. ആധുനിക ചികിത്സാ രീതികൾ മിതമായ നിരക്കിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനായി കാരുണ്യഗ്രാമം 2024 പദ്ധതി രൂപീകരിച്ചിരിക്കുന്നതായി മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു മാസത്തിനുള്ളിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അർഹരായ 250 പേർക്ക് മിതമായ നിരക്കിൽ സർജറികൾ ചെയ്തു നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. കോതമംഗലത്തിന്റെ കാവൽ പിതാവായ വിശുദ്ധ യെൽദോ മാർ ബെസേലിയോസ് ബാവായുടെ നാമത്തിലുള്ള മാർ ബെസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ 46 വർഷം പൂർത്തീകരിക്കുകയാണ്. ആതുര സേവന രംഗത്തെ ഏറ്റവും ആധുനിക ചികിത്സാ രീതികൾ മിതമായ നിരക്കിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുവാൻ അന്നും ഇന്നും പ്രതിജ്ഞാബദ്ധരായി നിലകൊള്ളുന്ന സ്ഥാപനം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സാ രീതികൾ മാറ്റുന്നതിന്റെ ആദ്യ ചുവടെടുപ്പെന്ന നിലയിലാണ് കാരുണ്യഗ്രാമം 2024 എന്ന പദ്ധതി അവതരിപ്പിക്കുന്നത്. ഭവനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നൂതനമായ ചികിത്സകൾ രോഗിക്ക് ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മാനേജ്മെന്റ് ഈ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. വാർഷിക ദിനത്തോടനുബന്ധിച്ച് നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണിത്. സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 20 വരെയാണ് പദ്ധതിയുടെ കാലാവധി. ഈ ഒരു മാസത്തിനുള്ളിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അർഹരായ 250 പേർക്ക് മിതമായ നിരക്കിൽ സർജറികൾ ചെയ്തു നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. ഇത്തരം സർജറികളുടെ ഭാരിച്ച ചിലവുകൾ കാരണം പല രോഗികളും അവരുടെ രോഗങ്ങൾ പലതും കൊണ്ടു നടക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് MBMM ആശുപത്രി മാനേജ്മെന്റ് ഇത്തരമൊരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. നല്ലവരായ അഭ്യുദാകാംക്ഷികളും ഒരുമിച്ച് കൈകോർത്താണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയിലൂടെ 250ഓളം നിർധനരായ രോഗികളിലേക്ക് പ്രത്യാശയുടെ കിരണം എത്തിക്കുവാൻ സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് മാനേജ്മെന്റെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ 100 പേർക്ക് 50% സൗജന്യ നിരക്കിലും, ഹെർണിയ, തൈറോയിഡ്, യൂട്രസ് റിമൂവൽ ശസ്ത്രക്രിയകൾ 150 പേർക്ക് 50% സൗജന്യ നിരക്കിലും, വിവിധ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾ മിതമായ നിരക്കിലും ഈ പദ്ധതിയിലൂടെ ചെയ്തു നൽകുന്നു. ഒരു പദ്ധതി രൂപീകരിച്ച് ആ പദ്ധതിയുടെ കീഴിൽ 100ഓളം പേർക്ക് മുട്ടുമാറ്റി ശസ്ത്രക്രിയ നടത്തുന്നതിനും അതോടൊപ്പം തന്നെ തൈറോയിഡ്, ഹെർണിയ, അപ്പൻഡിസൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളാൽ സർജറി നീട്ടിവെച്ചിരിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായി സൗജന്യം അനുവദിച്ചുകൊണ്ട് ഏതാണ്ട് 250ഓളം രോഗികൾക്ക് സൗകര്യപ്പെടുന്ന തരത്തിൽ സെപ്റ്റംബർ 20 തീയതി മുതൽ ഒക്ടോബർ 20 തീയതി വരെ പേര് രജിസ്റ്റർ ചെയ്യുന്ന രോഗികൾക്കാണ് ഈ സൗകര്യം ഏർപ്പെടുത്തുന്നത്. ഇത്രയും ആളുകൾക്ക് 50% നിരക്കിൽ ഈ പറഞ്ഞ സർജറികൾ ചെയ്തു കൊടുക്കുന്നതിനാണ് പള്ളി ആശുപത്രിയിൽ നിന്നും ഞങ്ങളുടെ ബോർഡ് തീരുമാനിച്ച് നടപ്പിലാക്കാൻ പോകുന്നത്. നമുക്കറിയാം 46 വർഷം മുമ്പ് വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ ആരംഭിച്ച നമ്മുടെ മാർ ബെസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല് അതിന്റെ 46ാമത്തെ വാർഷികം ആഘോഷിക്കുകയും ഏറ്റവും വിപുലമായ രീതിയിൽ പൊതുസമൂഹത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഉപകരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഹോസ്പിറ്റൽ എന്ന നിലയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പൊതുസമൂഹം വളരെ അകമഴിഞ്ഞ് സഹായിച്ചതിന് നന്ദി പറയാൻ കൂടി അവസരം വിനിയോഗിക്കുക. കോതമംഗലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചെറിയപള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ, MBMM അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ തോമസ് മാത്യു, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോർജ് എബ്രാഹം, ബോർഡ് മെമ്പർമാരായ ചാർലി മാത്യു, ബിനു വർഗീസ്, വിൻസെന്റ് പൈലി, പ്രീറ്റ്സി പോൾ, എൽദോസ് എപ്പാലക്കാടൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പഴേരി മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. 11 ദിവസമായി മഹല്ലിൽ നടന്നുവരുന്ന നബിദിനാഘോഷങ്ങൾക്ക് നബിദിന റാലിയോടെയാണ് സമാപനം കുറിച്ചത്.
പള്ളിയങ്കണത്തിൽ നിന്നും ആരംഭിച്ച് മുതലക്കോടം നമസ്കാര പള്ളിയിലെത്തി തിരികെ മസ്ജിദിലെത്തുന്ന നബിദിന റാലിക്ക് ശേഷം അന്നദാന വിതരണവും നടന്നു. പഴേരി മുഹ്യുദ്ദീൻ ജമാ മസ്ജിദ് ഇമാം മുഹമ്മദ് റഫീഖ് ബാഖഫി MFB, അസിസ്റ്റന്റ് ഇമാം അബു താഹിർ ലത്തീഫി, മുതലക്കോടം നമസ്കാര പള്ളി ഇമാം അബ്ദുൾ അസീസ് മൗലവി തുടങ്ങിയവർ ചേർന്നാണ് നേതൃത്വം നൽകിയത്. പ്രവാചക സ്മരണ ഉയർത്തി പഴേരി മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. 11 ദിവസമായി മഹലിൽ നടന്നു വരുന്ന നബിദിനാഘോഷങ്ങൾക്ക് നബിദിന റാലിയോടെ സമാപനം കുറിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി പള്ളിയിൽ റബീഉൽ അവ്വൽ 1 മുതൽ എല്ലാ ദിവസവും പള്ളിയിലും തിരഞ്ഞെടുക്കപ്പെട്ട വീടുകളിലും മൗലൂദ് സദസ്സുകൾ എന്നിവ സംഘടിപ്പിച്ചു. മിലാദ് ഫെസ്റ്റിന്റെ ഭാഗമായി മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സമ്മാനദാനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. നബിദിനാഘോഷങ്ങളുടെ സമാപനം കുറിച്ച് മൗലൂദ് പാരായണവും പള്ളിയങ്കണത്തിൽ നിന്നും ആരംഭിച്ച് മുതലക്കോടം നമസ്കാര പള്ളിയിലെത്തി തിരികെ മസ്ജിദിലെത്തുന്ന നബിദിന റാലിക്ക് ശേഷം അന്നദാന വിതരണവും നടന്നു. റാലിക്ക് പഴേരി മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് റഫീഖ് ബാഖഫി MFB, അസിസ്റ്റന്റ് ഇമാം അബു താഹിർ ലത്തീഫി, മുതലക്കോടം നമസ്കാരപ്പള്ളി ഇമാം അബ്ദുൾ അസീസ് മൗലവി, ജമാഅത്ത് പ്രസിഡന്റ് BA അൻസാർ, സെക്രട്ടറി PH സുധീർ, ട്രഷറർ PE നൌഷാദ്, ഭാരവാഹികളായ MP സലീം, PU ഷമീർ, PK അനസ്, PE ബഷീർ, PS മൈദീൻ, TM സിദ്ദിഖ്, VM അമാനുള്ള, PK ലത്തീഫ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KPMS കുമാരമംഗലം ശാഖയുടെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളിയുടെ 162ാമത് ജന്മനക്ഷത്ര ദിനം സമുചിതമായി ആചരിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്ന അയ്യങ്കാളി ശില്പത്തിന് താഴെയായി ഛായാചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തിയും പുഷ്പാർച്ചന നടത്തിയും KPMS സംസ്ഥാന കമ്മിറ്റി അംഗം CC കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒക്ടോബർ 2-ന് ശില്പത്തിന്റെ അനാച്ഛാദന കർമ്മം നടക്കും. KPMS കുമാരമംഗലം ശാഖയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 162ാമത് ജന്മനക്ഷത്ര ദിനം ആചരിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്ന അയ്യങ്കാളി ശില്പത്തിന് താഴെയായി ഛായാചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തിയും പുഷ്പാർച്ചന നടത്തിയും KPMS സംസ്ഥാന കമ്മിറ്റി അംഗം CC കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. മഹാനായ ശ്രീ അയ്യങ്കാളിയുടെ ജന്മനക്ഷത്ര ദിനമായ ഇന്ന് കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും പട്ടികജാതി സംഘടനകൾ, പ്രത്യേകിച്ച് KPMS സംഘടനകൾ അദ്ദേഹത്തിൻ്റെ 162ാമത് ജന്മദിനം വളരെ ആഘോഷപൂർവ്വം നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തൊടുപുഴ താലൂക്കിൽ കുമാരമംഗലം പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്ന 256 നമ്പർ ശാഖ കഴിഞ്ഞ 6 മാസക്കാലമായി ശാഖ അംഗങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഭാഗമായി മഹാനായ ശ്രീ അയ്യങ്കാളിയുടെ ഒരു അർത്ഥകായ പ്രതിമ ആസ്ഥാനമായിട്ടുള്ള ഈ ചോഴംകുടി കോളനിയുടെ പ്രവേശന കവാടത്തിൽ വയ്ക്കണമെന്നുള്ള കമ്മിറ്റി തീരുമാനം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിമ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ശാഖാ പ്രസിഡന്റ് CP മോളി, സെക്രട്ടറി TA ഓമനക്കുട്ടൻ, CC ശാന്ത എന്നിവർ പ്രസംഗിച്ചു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്ന ശില്പത്തിന്റെ അനാച്ഛാദന കർമ്മം ഒക്ടോബർ 2-ന് നടക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയുടെ ഓണാഘോഷം കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു. സംഗീത വിരുന്നോടുകൂടിയാണ് ചടങ്ങ് ആരംഭിച്ചത്. പൊതുസമ്മേളനം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ഗിരീഷ് പുലിയൂർ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് ചടങ്ങിൽ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ സ്നേഹാദരവ് നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ശുചീകരണ തൊഴിലാളികൾക്കുള്ള ഓണക്കോടി വിതരണം നിർവഹിച്ചു. നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. യോഗത്തിന് ശേഷം നാടൻ പാട്ടും ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയുടെ ഓണാഘോഷം കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ സംഗീത വിരുന്നോടുകൂടി ആരംഭിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സംഗമം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ഗിരീഷ് പുലിയൂർ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് ചടങ്ങിൽ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ സ്നേഹാദരവ് നൽകി. ഫാദർ ജോസ് ആന്റണി, ബീന ടോമി, ദേവനന്ദ രതീഷ്, സോജൻ സ്വരാജ്, ഷിജു കരുടാകരൻ, ലാലി സെബാസ്റ്റ്യൻ, ആംബുലൻസ് ഡ്രൈവേഴ്സ് ടെക്നീഷ്യൻ അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ശുചീകരണ തൊഴിലാളികൾക്കുള്ള ഓണക്കോടി വിതരണം നിർവഹിച്ചു.
പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റും കവിയുമായ സുഗതൻ കരുവാറ്റ, കേരള സാഹിത്യ അക്കാദമി അംഗവും കഥാകൃത്തുമായ മോബിൻ മോഹൻ, മാധ്യമപ്രവർത്തകനും കലാകാരനുമായ MC ബോബൻ, CPIM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി, CPI കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VR ശശി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, BJP ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, അഡ്വക്കേറ്റ് ജോളി കുര്യൻ, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ്, ജനറൽ സെക്രട്ടറി S സൂര്യലാൽ, രക്ഷാധികാരിമാരായ KV വിശ്വനാഥൻ, ഷാജി നെല്ലിപ്പറമ്പിൽ, സംഘം പ്രസിഡന്റ് ടോമി ആനിക്കാമുണ്ടയിൽ, സംഘം സെക്രട്ടറി ജാക്സൺ സ്കറിയ തുടങ്ങി വിവിധ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് രാഹുൽ കൊച്ചാപ്പിയും സംഘവും അവതരിപ്പിച്ച കോട്ടയം തുടിയുടെ നാടൻപാട്ട് ആഘോഷ പരിപാടികളെ ഹൃദ്യമാക്കി മാറ്റി. ചടങ്ങുകൾക്ക് ശേഷം പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കരിമണ്ണൂർ കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ 2K24 ഓണാഘോഷം കരിമണ്ണൂർ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വിപുലമായി സംഘടിപ്പിച്ചു. കാളിയാർ SHO ഹണി HL മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കരിമണ്ണൂർ കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ 2K24 ഓണാഘോഷം കരിമണ്ണൂർ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വിപുലമായി സംഘടിപ്പിച്ചു. കാളിയാർ SHO ഹണി HL മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും പ്രധാനം എന്തൊക്കെ ഉണ്ടായിരുന്നാലും ധനമോ മറ്റ് പദവികളോ എന്തൊക്കെയായാലും ശരി, ശരീരത്തിന്റെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു ആയോധന കല അഭ്യസിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ്. നമ്മുടെ രാവിലെ ഒരു ചിട്ടയായ ജീവിതം ക്രമീകരിക്കുന്നതിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒന്നാണ് കരാട്ടയോ കളരിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആയോധന കല അഭ്യസിക്കുക എന്നുള്ളത്. കായികപരമായിട്ടുള്ള നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കാൻ നമുക്ക് തോന്നത്തക്ക വിധത്തിൽ നമുക്ക് ശരീരത്തെക്കുറിച്ച് എപ്പോഴും ബോധവാനായിരിക്കും. ഏത് ഭക്ഷണം കഴിക്കണം, ഭക്ഷണം മോശമായത് കഴിക്കാതിരിക്കുക, പിന്നെ മദ്യപാനം, ഇങ്ങനെയുള്ള ലഹരി ഉപയോഗങ്ങൾ, ഇതൊക്കെ തന്നെ ഒഴിവാക്കുന്നതിന് നമ്മളെ മാനസികമായി ചിന്തിപ്പിക്കുന്ന ഒന്നാണ് ഇതേപോലെയുള്ള ആയോധന കലകളിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും മറ്റും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ ഇടുക്കി ജില്ലയിലെ വിവിധ സെന്ററുകളിൽ നിന്നുള്ള കുട്ടികളും മാതാപിതാക്കളും പങ്കെടുത്തു. കരിമണ്ണൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് കുന്നപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു. കാളിയാർ SI അനസ് മുഖ്യപ്രഭാഷണം നടത്തി. പുഷപ്പ്, പുള്ളപ്പ്, ഡെഡ് ഹാങ്ങിങ്, പ്ലാങ്കിങ്, സിറ്റപ്സ്, സിംഗിൾ ലെഗ് സിറ്റപ്സ്, വടംവലി തുടങ്ങിയ മത്സരങ്ങളും ഉണ്ടായിരുന്നു. ശരീരത്തെ നമ്മുടെ ഭാവിയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു വഴിയാണ്. അനേക വർഷങ്ങളായി. പക്ഷേ ദേവി സാറ് ഇത്രയും ഒക്കെ പോലീസ് അക്കാദമിയിൽ ക്ലാസ് എടുക്കുന്നുള്ളവരൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അറിയുന്നത്. മത്സരങ്ങൾക്ക് ശേഷം കരിമണ്ണൂർ SI ഹാഷിം സമ്മാനദാനം നിർവഹിച്ചു. നമ്മുടെ സൗത്ത് സോൺ കരാട്ടെ മാസ്റ്റർ AG രാജ സിംഗപ്പൂർ, കരാട്ടെ സ്പോർട്സ് അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ ബേബി എബ്രഹാം എന്നിവർ യോഗത്തിൽ ആശംസകൾ നേർന്നു. തുടർന്ന് നടന്ന മത്സരങ്ങൾക്ക് ഇൻസ്ട്രക്ടർമാർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വണ്ടിപ്പെരിയാർ 63-ാം മൈലിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന നെടിയപ്പറമ്പിൽ സ്റ്റെല്ലയ്ക്കാണ് പരിക്കേറ്റത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉത്രാട നാളിൽ ചേലാട് മില്ലുംപടിയിലുള്ള സപ്ലൈകോയുടെ മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കോതമംഗലം ബ്ലോക്കിലെ വാരപ്പെട്ടി പഞ്ചായത്തിൽ സ്വച്ഛതാ ഹി സേവ് ആരംഭിച്ചു. പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM സെയ്ദ് നിർവഹിച്ചു. 46 വർഷത്തെ ആതുര സേവനത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നിർധനരായ രോഗികൾക്ക് കാരുണ്യസ്പർശമൊരുക്കി കോതമംഗലം മാർ ബെസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ. ആധുനിക ചികിത്സാ രീതികൾ മിതമായ നിരക്കിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനായി കാരുണ്യഗ്രാമം 2024 പദ്ധതി രൂപീകരിച്ചിരിക്കുന്നതായി മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ദി ബ്രാൻഡ് ഫാക്ടറി ഔട്ട്ലെറ്റിൽ സർപ്ലസ് ഫെസ്റ്റ് 2024 തുടക്കമായി. ദി ബ്രാൻഡ് ഫാക്ടറിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ മാസം 17 മുതൽ 31 വരെ സർപ്ലസ് ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.